50ലധികം എതിരാളികൾ പരാജയപ്പെട്ട സ്ഥലത്ത് ₹1 പോലും പരസ്യത്തിന് മുടക്കാതെ ഏറ്റവും പുതിയ ടെക്നോളജിയെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകളുടെ നെഞ്ചിൽ തീ അണച്ച ഒരു ആപ്ലിക്കേഷൻ. വെറും 2.5 വർഷം കൊണ്ട് 1 കോടി ഡെയിലി യൂസേഴ്സിന് നേടി ഒടുവിൽ ഗൂഗിളിനെ ഏറ്റെടുത്ത ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്. പരിമിതികളെ എങ്ങനെയാണ് ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റുക എന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകളുടെ പ്രിയപ്പെട്ടതായി മാറിയ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇൻ്റർനെറ്റും GPS-ഉം ഇല്ലാതെ ഒരു ട്രെയിനിനെ ട്രാക്ക് ചെയ്ത ആ വിപ്ലവത്തിൻ്റെ കഥ, അതായത് വേർ ഈസ് മൈ ട്രെയിനിൻ്റെ കഥ. ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനുകളിലെ ആ ഒരു പഴയ കാല ഓർമ്മയുണ്ടോ? ഒരു വിവരവും കിട്ടാതെ മണിക്കൂറുകളോളം പ്ലാറ്റ്ഫോമിൽ കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പ്. അനൗൺസ്മെൻറ്റുകളൊന്നും വ്യക്തമല്ല. എൻക്വയറി കൗണ്ടറിൽ നീണ്ട നിരയാണ്. ചോദിച്ച ആർക്കും വ്യക്തമായിട്ടുള്ള മറുപടിയില്ല. നമ്മുടെ തലയ്ക്കുള്ളിൽ ആയിരക്കണക്കിന് സാധ്യതകൾ ഓടിക്കളിക്കും. ട്രെയിൻ 1 മണിക്കൂർ വൈകുമോ? ഇനി അത് ഇന്ന് കാണില്ലേ? അതോ നമ്മളറിയാതെ അത് വന്നിട്ട് പോയോ? ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വളരെ ടെൻഷനിലാണ് ഇരിക്കുക. നമ്മുടെ ഹൃദയമിടിപ്പൊക്കെ കൂടും. എന്നാൽ ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇതൊരു ഇൻഫർമേഷൻ വാക്യൂമാണ്. വിവരമില്ലായ്മയുടെ ഒരു ശൂന്യത. നമ്മുടെ തലയ്ക്കുള്ളിൽ രൂപപ്പെടുന്ന അനിശ്ചിതത്വത്തിൻ്റെ ഒരു പ്രപഞ്ചം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കാത്തിരിപ്പിനിടയിൽ നിങ്ങളുടെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വരുന്നു. ഒരൊറ്റ വാചകമാണ്: നിങ്ങളുടെ ട്രെയിൻ 7 കിലോമീറ്റർ അകലെയാണ്, 10 മിനിറ്റിനുള്ളിൽ എത്തും. ബൂം! ആ ഒരൊറ്റ വിവരം നിങ്ങളുടെ തലയിലെ ആ ഒരു അനിശ്ചിതത്വത്തിൻ്റെ പ്രപഞ്ചത്തെ ഫുൾ ഇല്ലാണ്ടാക്കി. ആയിരക്കണക്കിന് സാധ്യതകളില്ലാതായി. ഒരൊറ്റ യാഥാർത്ഥ്യം മാത്രം ബാക്കിയായി. സോ നമ്മൾ നോർമലായി മാറി, സമാധാനമായി. ഞാൻ പറഞ്ഞു വരുന്ന കഥയുടെ തുടക്കവും ഇതുപോലെ ഒരു നിമിഷത്തിലാണ്. 2015 അഹമ്മദ് മൊഹീദ്ദീൻ എന്നൊരു സംരംഭകൻ ഊബറിൽ ട്രാക്ക് ചെയ്ത് സ്റ്റേഷനിൽ എത്തിയ ശേഷം ട്രെയിൻ 30 മിനിറ്റ് വൈകിയതറിഞ്ഞ് കാത്തു നിൽക്കുകയായിരുന്നു. ആ നിമിഷം ഒരു ചിന്ത അദ്ദേഹത്തിൽ മിന്നി മറിഞ്ഞു. എനിക്ക് വന്ന കാറ് ട്രാക്ക് ചെയ്യാമെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുള്ളൊരു ട്രെയിൻ എന്തുകൊണ്ട് ട്രാക്ക് ചെയ്തു? 20ഓളം ആശയങ്ങൾ പരീക്ഷിച്ച് പരാജയപ്പെട്ട ശേഷം അദ്ദേഹം എത്തിച്ചേർന്ന 21ാമത്തെ ഒരു ആശയത്തിന് വേണ്ടിയുള്ള ചോദ്യമായിരുന്നു അത്. ആ ചോദ്യത്തിൽ നിന്നാണ് വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പിറക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു മൊബൈൽ ആപ്പിനെ കുറിച്ച് മാത്രമല്ല. നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു ഫിനോമിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഏറ്റവും സിമ്പിളായ വിവരം ലക്ഷക്കണക്കിന് ആളുകളുടെ മാനസികാവസ്ഥയെ മാറ്റിമറിച്ചത്? എങ്ങനെയാണ് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയെ തിരസ്കരിച്ചതിലൂടെ ഏറ്റവും വലിയ സാങ്കേതിക വിപ്ലവം സാധ്യമായത്? ഇത് പരിമിതികളെ എങ്ങനെ ശക്തിയാക്കി മാറ്റാം എന്നതിൻ്റെയും യഥാർത്ഥ പ്രശ്നം പരിഹരിക്കുമ്പോൾ പരസ്യങ്ങൾക്ക് സ്ഥാനമില്ല എന്നതിൻ്റെയും കഥയാണ്. ശരി, നമുക്കൊരു ട്രെയിൻ ട്രാക്കിംഗ് ആപ്പ് ഉണ്ടാക്കണം. എങ്ങനെ തുടങ്ങും? ഏറ്റവും വ്യക്തമായ ഉത്തരം ഇതാണ്: ലോകത്തിലെ ഏറ്റവും മികച്ച ലൊക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുക, അതായത് GPS. അതല്ലെങ്കിൽ നിലവിലുള്ള സർക്കാർ സംവിധാനമായിട്ടുള്ള NTES അല്ലെങ്കിൽ നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റത്തിൽ നിന്നുള്ള ഡാറ്റ അതേപോലെ പകർത്തി ഒരു പുതിയ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക. ഈ വേർ ഈസ് മൈ ട്രെയിൻ വരുന്നതിന് മുമ്പ് ഈ വഴികളിൽ ചിന്തിച്ച 50-ൽ പരം ആപ്പുകൾ ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷേ അവയെല്ലാം ഒറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ: NTESൽ നിന്നുള്ള ഡാറ്റയെ ഒരു പുതിയ കവറിലാക്കി ആപ്ലിക്കേഷനാക്കി മാറ്റി. പക്ഷേ പ്രശ്നം അതല്ല. NTESലെ ഡാറ്റ ഊബറിലെ പോലെ സെക്കൻഡ് ബൈ സെക്കൻഡ് അപ്ഡേറ്റ് ആകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ ആപ്പുകളെല്ലാം നിലവാരമില്ലാത്തവയായിരുന്നു. സ്ഥാപകനായിട്ടുള്ള അഹമ്മദ് മൊഹീദ്ദീൻ ഒരു തത്വം ഉണ്ടായിരുന്നു: ഒരു കാറ്റഗറിയിലെ ഏറ്റവും മികച്ച ആപ്പിന് 4.6 അല്ലെങ്കിൽ 4.7 റേറ്റിംഗ് ഇല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അർത്ഥം. സോ നിങ്ങൾക്ക് ആ ഒരു രംഗത്തേക്ക് കടന്നു വരാം. ട്രെയിൻ ട്രാക്കിംഗ് ആപ്പുകളുടെ അവസ്ഥയും അങ്ങനെയാണ്. അവർ പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ചത് ഒരു ഇമാജിനറി വേൾഡിൽ ഇരുന്നു കൊണ്ടായിരുന്നില്ല. എപ്പോഴും ഇൻ്റർനെറ്റും ഫുൾ ബാറ്ററിയും ശക്തമായ GPS സിഗ്നലുകളുമുള്ള ഒരു ലോകം. എന്നാൽ ഇന്ത്യൻ ട്രെയിൻ യാത്ര എന്ന് പറയുന്ന ഒരു വേൾഡ് അങ്ങനെയല്ല. ജിയോ വരുന്നതിന് മുമ്പുള്ള ഇന്ത്യയിൽ ആളുകൾക്ക് ഡാറ്റയും ബാറ്ററിയും ഒക്കെ ഭയങ്കര അമൂല്യമായിരുന്നൊരു കാലമാണ്. സോ നമ്മളൊരു ട്രെയിനിൻ്റെ മെറ്റൽ ബോഡിക്കുള്ളിൽ ഇരിക്കുമ്പോൾ അതൊരു ഫാരഡേ കേജ് പോലെയാണ്. പുറത്തു നിന്നുള്ള സിഗ്നലുകളെ, പ്രത്യേകിച്ച് ദുർബലമായ GPS സിഗ്നലുകളെ അത് തടയും. ട്രെയിൻ കടന്നു പോകുന്നത് മൊബൈൽ ടവറുകളില്ലാത്ത ഗ്രാമങ്ങളിലൂടെയാണ്. നിങ്ങളുടെ ഫോൺ വില കുറഞ്ഞ ഒരു ഉപകരണമായിരിക്കാം. അതിൻ്റെ ബാറ്ററി ഒരു ദീർഘയാത്ര മുഴുവൻ നിൽക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് GPS ഓൺ ചെയ്ത് വെച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ അത് ആ സിഗ്നൽ പിടിച്ചെടുത്ത് ചാർജ് തീരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണ് പ്രധാനപ്പെട്ട പാഠം. ഏറ്റവും മികച്ച ടെക്നോളജി സാഹചര്യത്തിന് അനുയോജ്യമാകുന്ന ടെക്നോളജി ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു എയർ കണ്ടീഷൻഡ് റൂമിലിരുന്നുണ്ടാക്കിയ പരിഹാരങ്ങൾ ഇന്ത്യയുടെ പൊടി നിറഞ്ഞ നെറ്റ്വർക്ക് കുറഞ്ഞ സ്ഥലങ്ങളിൽ സത്യത്തിൽ ഒരു ഉപയോഗവും ഇല്ലാതിരുന്നു. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് വന്ന സിഗ്മെൻ്റ് ലാബ്സിലെ 5 സംരംഭകർ ഒരു വിചിത്രമായ തീരുമാനമെടുത്തു. ഒരു ലൊക്കേഷൻ ആപ്പ് ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. GPS-നെ ആശ്രയിക്കില്ല, ഇൻ്റർനെറ്റിനെ ഡയറക്റ്റ് ആശ്രയിക്കില്ല. സോ ഇത് രണ്ടുമില്ലാതെ എങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും? ഇതാണ് അഹമ്മദ് കൂട്ടുകാരോട് ചോദിച്ച ചോദ്യം. അവരെല്ലാവരും ഇതേ ചോദ്യമാണ് ചോദിച്ചത്. അതെങ്ങനെ സാധിക്കും? ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് അദ്ദേഹം ഒരു സാധ്യത കണ്ടത്.
ഞാനീ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് മറ്റൊരുപാട് സ്ഥലങ്ങളിലൊന്നും അങ്ങനെ വായിക്കാൻ പറ്റില്ല. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ അഹമ്മദ് മുഹീദ്ദീനുമായിട്ടുള്ളൊരു പോഡ്കാസ്റ്റിനെ ഒരു സബ്സ്റ്റാക്ക് ആർട്ടിക്കിളാക്കി മാറ്റിയത് എനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്നതാണ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ലിങ്കുകളും മറ്റ് റെഫർ ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ എൻ്റെ വെബ്സൈറ്റിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് കയറി അതും നമ്മൾ ചെയ്യുന്ന പല പ്ലാറ്റ്ഫോമുകളിലുള്ള എല്ലാ ഇൻഫർമേഷനുകളും വായിക്കാനും പോഡ്കാസ്റ്റ് കേൾക്കാനും മൈൻഡ് മാപ്പ് വായിക്കാനും ഒക്കെ പറ്റും. സോ നമുക്ക് കഥയിലേക്ക് തിരികെ വരാം. ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിലെ ഫോൺ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. പ്രധാനമായിട്ടും അക്കാലത്തുള്ള പഴയ നോക്കിയ ഫോണുകൾ. അതിൽ സിഗ്നൽ സ്ട്രെങ്തിനോടൊപ്പം തന്നെ സെൽ ടവർ വിവരങ്ങൾ കാണിക്കുമായിരുന്നു. അത് വെച്ച് നമ്മൾ എവിടെയാണെന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സിമ്പിൾ ആശയം ആൻഡ്രോയിഡിൽ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്ന് അദ്ദേഹം ആലോചിച്ചു. പരീക്ഷണം 1, സെൽ ടവർ മാപ്പ് ചെയ്യുക. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇന്ത്യയിലെ റെയിൽവേ ട്രാക്കുകൾക്ക് സമീപമുള്ള ലക്ഷക്കണക്കിന് സെൽ ടവറുകളുടെ സ്ഥാനം എങ്ങനെ അറിയും? അതിന് ഒഫീഷ്യൽ ഡാറ്റയൊന്നും അവൈലബിൾ അല്ല. അതിനവർ സിമ്പിളായിട്ടുള്ളൊരു വഴി കണ്ടെത്തി. അവർ ഒരു APK ഫയൽ ഉണ്ടാക്കി, ആൻഡ്രോയിഡിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന പാക്കേജ് ഫയൽ. ഈ ഒരു ആപ്പ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചിട്ട് ഫോണിൻ്റെ GPS ലൊക്കേഷനും അത് കണക്റ്റ് ആകുന്ന സെൽ ടവറുകളുടെ വിവരങ്ങളും ഒരുമിച്ച് രേഖപ്പെടുത്തും. ഈ ആപ്പ് തൻ്റെ സുഹൃത്തുക്കൾക്ക് അദ്ദേഹം കൊടുത്തു. വയനാട്ടിലേക്കുള്ള യാത്രയിലും ചെന്നൈയിലേക്ക് സ്ഥിരമായി പോകുന്ന സുഹൃത്തുക്കളുടെ ഫോണിലും ഈ ആപ്പിനെ ഇൻസ്റ്റാൾ ചെയ്തു. അവർ യാത്ര കഴിഞ്ഞ് ലോഗ് ഫയലുകൾ ഇമെയിലായി അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഈ ഡാറ്റ ഗൂഗിൾ മാപ്പിൽ പ്ലോട്ട് ചെയ്തപ്പോൾ ഒരു അത്ഭുതകരമായിട്ടുള്ള പാറ്റേൺ തെളിഞ്ഞു വന്നു. റെയിൽവേ സ്റ്റേഷനുകൾക്കടുത്ത് സെൽ ടവറുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ഏകദേശം GPS-ന് തുല്യമായ കൃത്യത. സ്റ്റേഷനുകൾക്കിടയിൽ കവറേജ് കുറവായിരുന്നെങ്കിലും ടവറുകളുണ്ട്. പ്ലോട്ട് ചെയ്തപ്പോൾ സെൽ ടവറുകൾ അക്ഷരാർത്ഥത്തിൽ റെയിൽവേ ട്രാക്കുകൾ പോലെയാണ് കാണപ്പെട്ടത്. സോ അടുത്ത ചോദ്യം, ഈ ടവർ ഐഡികൾ കൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ളതായിരുന്നു. അതേ ആപ്പ് ഉപയോഗിച്ച് നിരീക്ഷിച്ചപ്പോൾ, കുറച്ച് അധികം തവണ പരീക്ഷിച്ചപ്പോൾ അവയെല്ലാം സ്ഥിരമാണെന്ന് മനസ്സിലായി. അവസാനം ഇന്ത്യയിലെ റെയിൽവേ പാതകളിലെ മുഴുവൻ സെൽ ടവർ ഡാറ്റയും വെറും ഒരു 7 മുതൽ 8 MB ഫയലിലേക്ക് അവർ ഒതുക്കി. എക്സ്പെരിമെൻറ്റ് 2, ഉപഭോക്താവിനെ കൊണ്ട് ഡാറ്റ ശേഖരിപ്പിക്കുക. ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തപ്പോൾ കൂടുതൽ ഡാറ്റ ശേഖരിക്കാൻ അവരൊരു സൂത്രം ഉപയോഗിച്ചു. ആളുകൾക്ക് ട്രെയിനിൻ്റെ വേഗത അറിയാൻ എപ്പോഴും കൗതുകമുണ്ടല്ലോ. അതുകൊണ്ട് അവർ ആപ്പിൽ ഒരു സ്പീഡോമീറ്റർ ഫീച്ചർ ഉൾപ്പെടുത്തി. ഉപഭോക്താക്കൾ സ്പീഡോമീറ്റർ ഉപയോഗിക്കുമ്പോൾ ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ GPS ലൊക്കേഷനും സെൽ ടവർ വിവരങ്ങളും ശേഖരിക്കും. അങ്ങനെ ആപ്പ് ഉപയോഗിക്കുന്ന ഓരോ യാത്രക്കാരനും അവരറിയാതെ തന്നെ ആപ്പിൻ്റെ ഡാറ്റാബേസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരുന്നു. പരീക്ഷണം 3, ഇവിടെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം വരുന്നത്. ട്രെയിനിൽ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ ഈ ഡാറ്റയൊക്കെ എങ്ങനെ സെർവറിലെത്തും? അവിടെയാണ് ക്രൗഡ് സോഴ്സിൻ്റെ ഒരു മാജിക് വരുന്നത്. സോ ട്രെയിനിൽ ഒരാൾക്ക് ഒരു ചെറിയ നിമിഷത്തേക്ക് നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരൊറ്റ ഫോൺ ഉപയോഗിച്ച് ട്രെയിനിൻ്റെ ഏറ്റവും പുതിയ ലൊക്കേഷൻ ഡാറ്റ സെർവറിലേക്ക് അപ്ലോഡാവും. ഈ വിവരം പിന്നീട് ഒരു ട്രെയിനിലെ മറ്റുള്ളവർക്കും ലഭ്യമാകും. ഇതൊരു ഫ്രൂഗൽ ഇന്നൊവേഷനാണ്. പരിമിതികളെ അംഗീകരിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ ഉണ്ടാക്കിയ ഒരു ബുദ്ധിപരമായ പരിഹാരം. ശരി, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു വിപ്ലവകരമായിട്ടുള്ള ഉൽപ്പന്നമുണ്ട്. അടുത്ത ഘട്ടം എന്താണ്? ദാറ്റ് ഈസ് മാർക്കറ്റിംഗ്, പരസ്യം. വേർ ഈസ് മൈ ട്രെയിൻ മാർക്കറ്റിങ്ങിനായി ചെലവഴിച്ചത് 0 രൂപയാണ്. എന്നിട്ടും വെറും 2.5 വർഷം കൊണ്ട് 1 കോടി ആളുകൾ ദിവസവും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ തുടങ്ങി. അതെങ്ങനെ സംഭവിച്ചു? ആദ്യത്തെ 1000 ഉപഭോക്താക്കളെ കിട്ടിയത് സുഹൃത്തുക്കളിലൂടെയാണ്. ദിവസവും 40 ഡൗൺലോഡ് കിട്ടുമ്പോൾ തന്നെ അവർക്ക് ഹാപ്പി ആയിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അപരിചിതരോട് സംസാരിച്ച് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിക്കാൻ ശ്രമിച്ചാൽ 3 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ 10 ഇൻസ്റ്റാൾ കിട്ടിയാലായി. ആ സമയം കൊണ്ടൊരു കോഡ് എഴുതാൻ പറ്റും. ഇത് തിരിച്ചറിഞ്ഞിട്ട് അവർ ആ ശ്രമം ഉപേക്ഷിച്ചു. എന്നിട്ട് ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. 1 സ്റ്റാർ റിവ്യൂ വരാതിരിക്കാൻ അവർ പരമാവധി ശ്രമിച്ചിരുന്നു. സോ ഈ ആപ്പിൻ്റെ ഉപഭോക്താക്കൾ അതിൻ്റെ പ്രചാരകരായിട്ട് മാറാൻ തുടങ്ങി. ട്രെയിനിൽ ഇരിക്കുന്ന വിരസതയിൽ എവിടെ എത്തി എന്നറിയാൻ ഒരാൾ ഫോണിൽ നോക്കുമ്പോൾ ആ നീല നിറത്തുള്ള ഇൻ്റർഫേസ് തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ കാണുന്നു. അയാൾ ഇതെന്താണെന്ന് ചോദിക്കുന്നു, അറിയുന്നു. അങ്ങനെ അവരത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഏറ്റവും വലിയ പ്രചാരകരിൽ ഒരാൾ TTEമാരായിരുന്നു. പല റിവ്യൂകളിലും TTEമാരാണ് ഈ ആപ്ലിക്കേഷൻ പറഞ്ഞു തന്നത് എന്ന് കാണാൻ പറ്റും. കാരണം എവിടെ എത്തിയെന്ന് TTEയോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കും, ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്. പിന്നീട് ഏറ്റവും വലിയൊരു വഴിത്തിരിവായത് ബ്ലൂടൂത്ത് ഷെയറിംഗ് ആണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലുള്ള പലർക്കും അവരുടെ ഗൂഗിൾ അക്കൗണ്ട് പോലും അറിയില്ല. പക്ഷേ അവർ എക്സെൻഡർ, ഷെയറിറ്റ് പോലെയുള്ള ആപ്പുകൾ അക്കാലത്ത് ഉപയോഗിച്ച് ഫയലുകൾ സെൻഡ് ചെയ്തിരുന്നു. ഇത് മനസ്സിലാക്കിയപ്പോൾ ബ്ലൂടൂത്ത് വഴി ആപ്പ് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വൈഫൈ വഴി ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും നൽകി. അതോടെ 50% ഇൻസ്റ്റാളുകളും ഈ രീതിയിലായി മാറി. ട്രെയിനിനുള്ളിൽ വെച്ച് തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആപ്പ് ഇങ്ങനെ പടർന്നു പിടിച്ചു. പരസ്യം നൽകാതിരുന്നതും വ്യക്തമായ കാരണത്തിലാണ്. കാരണം പരസ്യത്തിലൂടെ ലഭിക്കുന്ന ഉപഭോക്താക്കൾക്ക് ആപ്പിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ സ്വയം കണ്ടെത്തുന്നവർ എപ്പോഴും കൂടെ നിൽക്കും. പരസ്യമില്ലാത്തത് കൊണ്ട് ഉപഭോക്താക്കൾ ആപ്പിനെ സ്നേഹിക്കാനും തുടങ്ങി. ആ സ്നേഹം ആപ്ലിക്കേഷൻ്റെ വളർച്ചയായി മാറി. 1 കോടി ഡെയിലി യൂസേഴ്സ്, അതും മാർക്കറ്റിംഗ് ഇല്ലാതെ. സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സും വലിയ കമ്പനികളും ശ്രദ്ധിക്കാൻ തുടങ്ങി. ടീമിൻ്റെ കയ്യിലെ പണം തീരാറായപ്പോൾ അവർ ഫണ്ട് റൈസ് ചെയ്യാൻ നോക്കി.
ഒരു ചൈനീസ് വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനം അവരെ തേടി വന്നു. അവർക്ക് പിച്ചിടക്കിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. വാട്സപ്പ് പോലെ ചെറിയ ടീമും വലിയ യൂസർ ബേസുമുള്ള കമ്പനിയായാണ് അവരിതിനെ കണ്ടത്. 2 ആഴ്ചയ്ക്കുള്ളിൽ അവരൊരു ടേം ഷീറ്റ് കൊടുത്തു. പക്ഷേ ആ ഓഫർ പരിശോധിച്ചപ്പോൾ ലിക്വിഡേഷൻ പ്രിഫറൻസ് പോലെയുള്ള അപകടകരമായിട്ടുള്ള വ്യവസ്ഥകൾ അതിലുണ്ടായിരുന്നു. അതായത് കമ്പനി വിൽക്കുമ്പോൾ മുടക്കിയ പണം ആദ്യം നിക്ഷേപകർക്ക് ലഭിക്കും, ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ സ്ഥാപകർക്ക് കിട്ടൂ. ഈ ഡീല് സ്വീകരിക്കുന്നതിനേക്കാൾ ലാഭകരം ഗൂഗിളിൻ്റെ ഏറ്റെടുക്കൽ ഓഫറാണെന്ന് അവർ കണക്ക് കൂട്ടി. അങ്ങനെ 2018 ഗൂഗിൾ ഈ ചെറിയ ഇന്ത്യൻ കമ്പനിയെ ഏറ്റെടുത്തു. ഇത് ഇന്ത്യയിലെ ഗൂഗിളിൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റ് അക്വിസിഷൻ ആയിരുന്നു. അവർ വാങ്ങിയത് ഒരു ആപ്ലിക്കേഷൻ മാത്രമല്ല, ഒരു താക്കോലാണ്. ഇന്ത്യയുടെ ഉൾനാടുകളിലേക്കുള്ള ആ അടുത്ത 100 കോടി ഉപഭോക്താക്കളിലേക്കുള്ള ഒരു താക്കോൽ. ഗൂഗിൾ ഏകദേശം അന്ന് 2018 ഒരു 250-280 കോടി രൂപയ്ക്കാണ് വേർ ഈസ് മൈ ട്രെയിനിനെ അക്വിസിഷൻ ചെയ്യുന്നത്. ആക്ച്വലി അന്ന് ഇത്രത്തോളം സിമ്പിളായിട്ട് വളർന്നു വന്ന ഒരു കമ്പനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തുകയായിട്ട് വേണമെങ്കിൽ അതിനെ കണക്കാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അതിൻ്റെ പരസ്യ വരുമാനവും ഇൻവെസ്റ്റ്മെൻറ്റും എന്നതിലുപരി അതിനെ മികച്ചൊരു പ്രോഡക്റ്റാക്കി വലിയ കമ്പനികൾക്ക് വിറ്റാൽ തന്നെ വലിയ തോതിലുള്ള ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നൊരു ഇന്നോവേറ്റീവ് ഐഡിയ കൂടി അതിൻ്റെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം ഒരു ടീം കൂടി, അതായത് ഇന്ത്യൻ സാഹചര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കിയ വിജയം തെളിയിച്ച ഒരു ടീമിനെ. അങ്ങനെ ഡാറ്റയും ഫോർമുലയും ടീമും ആപ്പും എല്ലാം കിട്ടി. ഇന്ത്യയുടെ റിയൽ ടൈം ലോജിസ്റ്റിക്സ് ഡാറ്റയും അത് ശേഖരിക്കാനുള്ള ഫ്രൂഗൽ ഇന്നവേഷൻ ഫോർമുലയും ആയിരുന്നു ഗൂഗിൾ പ്രധാനമായിട്ടും നോക്കിയത്. മാത്രമല്ല വിപണിയിൽ 1-ാം സ്ഥാനത്തെത്താൻ മറ്റൊരു ആപ്ലിക്കേഷൻ തുടങ്ങിയാൽ ഗൂഗിളിന് വർഷങ്ങളെടുക്കും. പക്ഷേ ആൾറെഡി ഉള്ളൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ ഇമ്പ്രൂവ് ചെയ്താൽ മതി. ഗൂഗിൾ ഏറ്റെടുത്ത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സ്ഥാപകർ പുതിയ സംരംഭങ്ങൾ തുടങ്ങി. അതും ഒരേ ഫോർമുല വെച്ചായിരുന്നു. വിഘടിച്ച് കിടക്കുന്ന ഓഫ്ലൈൻ ശൃംഖലകളെ ഡിജിറ്റലൈസേഷൻ ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു മെത്തേഡ്. ഇതൊരു ഒറ്റപ്പെട്ട വിജയമല്ല, ഇതൊരു ആവർത്തിക്കാവുന്ന മാതൃകയാണ് എന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിക്കുകയായിരുന്നു. വേർ ഈസ് മൈ ട്രെയിനിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ്റെ വിജയത്തെക്കുറിച്ചല്ല. അത് നമ്മളോട് പറയുന്നത് യഥാർത്ഥ പ്രശ്നങ്ങൾ കിടക്കുന്നത് നമ്മുടെ കൺമുന്നിൽ തന്നെയാണ് എന്നാണ്. അവ പരിഹരിക്കാൻ വേണ്ടത് കോടിക്കണക്കിന് ഡോളറിൻ്റെ ഗവേഷണമോ ഏറ്റവും പുതിയ ടെക്നോളജിയോ ഒന്നുമല്ല. ആഴത്തിലുള്ള സഹാനുഭൂതിയും സാഹചര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവും പരിമിതികൾ ശക്തിയാക്കി മാറ്റാനുള്ള ബുദ്ധിയുമാണ്. അഹമ്മദ് മൊഹീദ്ദീൻ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റൊരു വലിയ പ്രശ്നത്തിലാണ്: ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ. റീഗെയിൻ എന്ന ആപ്പിലൂടെ അദ്ദേഹം സ്മാർട്ട് ഫോൺ അഡിക്ഷനെതിരെ പോരാടുന്നുണ്ട്. അതും വിശാലമായ B2C വിഭാഗത്തിൽപ്പെടുന്ന പ്രവർത്തനപരമായ സങ്കീർണമല്ലാത്ത ഒരു പ്രശ്നമാണ്. വേർ ഈസ് മൈ ട്രെയിനിൽ നിന്ന് പഠിച്ച അതേ പാഠങ്ങൾ ഇവിടെയും പ്രസക്തമാണ്. ഈ ഫോർമുല, അതായത് വിഘടിച്ച ഓഫ്ലൈൻ ശൃംഖലകളെ ഡിജിറ്റലൈസ് ചെയ്യുക, ഇനിയും എവിടെയൊക്കെ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തുക, കൃഷി പോലെയുള്ള മേഖലകളിൽ എത്തിച്ചിട്ട് മാർക്കറ്റുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുക, ചെറുകിട ട്രക്ക് ഉടമകളെ ഏകോപിപ്പിക്കാനുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക, ഗ്രാമങ്ങളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ വിദഗ്ധരുമായിട്ട് ബന്ധിപ്പിക്കുക, അങ്ങനെ പലതരത്തിലുള്ള സാധ്യതകൾ ഇപ്പോഴുണ്ട്. കാരണം ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി അതിൻ്റെ കോംപ്ലക്സായ വലിയ ഓഫ്ലൈൻ നെറ്റ്വർക്കുകളിലാണ്. ഈ നെറ്റ്വർക്കുകളിലെ കാര്യക്ഷമത ഇല്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ അതേ പ്രശ്നം തന്നെയാണ് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളൊരു പ്രശ്നം കാണുമ്പോൾ ഒരുപക്ഷെ ചിന്തിക്കേണ്ടത് അതിന് ഏറ്റവും മികച്ച പരിഹാരം എന്താണെന്നല്ല, മറിച്ച് അനുയോജ്യമായ പരിഹാരം എന്താണ് എന്നുള്ളതാണ്. സോ ഇന്ത്യയിലെ തന്നെ നേറ്റീവായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ വിജയത്തെക്കുറിച്ചുള്ള ഒരു മികച്ച കേസ് സ്റ്റഡി നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് താഴെയുണ്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ